Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് എ ഡിഫക്ട്സുമായി റിലേറ്റഡ് ആയ ഒരു അസേർഷൻ റീസൺ ചോദ്യം നോക്കാം. ഒരു അസേർഷൻ എയും അതിനുള്ള റീസൺ ആറും തന്നിട്ടുണ്ട്. അസേർഷൻ എ ഇതാണ്: ചിലർക്ക് അകലെയുള്ള ഒബ്ജക്ട്സിനെ വ്യക്തമായി കാണാം, പക്ഷേ അടുത്തുള്ളവ വ്യക്തമായി കാണാൻ കഴിയില്ല. റീസൺ ആർ: ഇത്തരക്കാരുടെ അബോളിന്റെ നീളം ലെൻസിന്റെ പവറിനോട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, ഒപ്പം ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ ബി രണ്ടും ശരിയാണ്, പക്ഷേ ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓപ്ഷൻ സി എ ശരിയാണ്, പക്ഷേ ആർ തെറ്റാണ്. ഓപ്ഷൻ ഡി എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ്. ഓപ്ഷൻ ഇ രണ്ടും തെറ്റാണ്. ഇതിൽ ഏതാണ് കറക്റ്റ്? നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യാം. ഡയഗ്രം ശ്രദ്ധിക്കൂ. അടുത്തുള്ള ഒബ്ജക്ട്സ് ബ്ലർ ആവുകയും അകലെയുള്ളവ ക്ലിയർ ആവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പർമെട്രോപിയ. ആദ്യം അസേർഷൻ എ ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഹൈപ്പർമെട്രോപിയയെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അസേർഷൻ എ ശരിയാണ്. ഇനി റീസൺ ആർ നോക്കാം. എന്തുകൊണ്ടാണ് ഇമേജ് റെറ്റിനയ്ക്ക് പിന്നിലായി രൂപപ്പെടുന്നത്? ഒന്നുകിൽ ലെൻസിന്റെ ഫോക്കൽ ലെന്ത് കൂടുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ അബോളിന്റെ നീളം കുറയുന്നതുകൊണ്ടാകാം. അതുകൊണ്ട് തന്നെ അബോളിന്റെ നീളം കൂടുതലാണ് എന്ന് പറയുന്ന റീസൺ ആർ തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? അസേർഷൻ എ ശരിയാണ്, പക്ഷേ റീസൺ ആർ തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി മുകളിലെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യൂ. സൂപ്പർ! നമ്മൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഹാപ്പി ലേണിംഗ്!